ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കുക്കീസാണ്. ഇതുണ്ടാക്കാൻ ഓവനൊന്നും വേണ്ട, നമ്മുടെ സാധാരണ തവയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കടയിൽ നിന്ന് മേടിക്കുന്ന കുക്കീസിൻ്റെ സെയിം ടെക്സ്ചറും ഇതിന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇതുണ്ടാക്കിയെടുക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കുക്കീസിൻ്റെ സെയിം ടേസ്റ്റും ടെക്സ്ചറും ഉണ്ട് ഇതിന്. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് 1 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ. ഇത് കുഴച്ചിട്ട് ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡോ ആക്കിയെടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ആ എള്ളും കൂടി ഇട്ടിട്ട് നമുക്ക് കുഴയ്ക്കാം. ഒരുപാടൊന്നും ഇടണ്ട, കുറച്ചിട്ടേച്ചാൽ മതി. നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കിടക്കുന്ന പോലെ മതി. ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് എടുത്തേക്കണത്. അതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാവ് എടുത്തിട്ട് നമുക്ക് കുക്കീസിൻ്റെ എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണേണ്. ഇതുപോലെ പരത്തിയതിന് ശേഷം ഞാൻ എൻ്റെ പുറത്ത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് എള്ള് തേച്ച് കൊടുക്കണേണ്. ഇതിവിടെ വെച്ച് കൊടുക്കാം. കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ പോലെ എള്ള് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇതിനായിട്ട് ഒരു തവ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുക്കീസ് എടുത്ത് വെച്ചിരിക്കുന്ന തവ വെച്ച് കൊടുക്കാം. ഇത് അടച്ചു വെക്കാം. അതിനുശേഷം ഈ മൂടിയുടെ മുകളിൽ ഹോൾ ഉണ്ടെങ്കിൽ ഇതൊന്ന് അടച്ചു വെക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആക്കാം. ഇനി ഇതൊരു 10 തൊട്ട് 15 മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. അടുത്ത ട്രിപ്പും അതുപോലെ തന്നെ വെക്കണേന്. ചൂടാറിയതിന് ശേഷം വേണം ഇതിന് കുക്കീസ് എടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ തൊട്ട് പോയി കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ആ ചൂടാറുമ്പോഴാണ് നല്ല സെറ്റായിട്ട് വരുന്നത്. ഇതിൻ്റെ ചൂടൊന്നും അറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയപ്പോൾ ഇത് നല്ല സെറ്റായി, അതുപോലെ ഇത് ഇളകിയും വന്നിട്ടുണ്ട്. അത് കടയിൽ നിന്ന് മേടിക്കുന്ന കുക്കീസ് പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നല്ല ഹാർഡായിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.